എല്ലാവർക്കും നമസ്കാരം. ഡേ എവർ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് പുതിയ വീഡിയോ എന്നല്ലേ? ഇതാണ് പുതിയ വീഡിയോ. ഇത് സോൾവ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ ടോട്ടൽ 6 ഫേസ് ആണുള്ളത്. അതായത് ഓരോ സെന്ററിൽ വരുന്ന കളർ നോക്കിയാണ് ഇതിന്റെ ഫേസ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ യെല്ലോ സെന്ററിൽ വരുന്നുണ്ട്, ഇവിടെ റെഡ്, ഇവിടെ ബ്ലൂ, ഇവിടെ ഓറഞ്ച്, ഇവിടെ വൈറ്റ്, ഓക്കെ, ഇവിടെ റെഡ്. സോ നമ്മൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റും യെല്ലോ ആണ്. അപ്പം നമ്മൾ യെല്ലോ മുകളിലോട്ട് വരുന്ന രീതിക്ക് ഈ ക്യൂബ് ഇങ്ങനെ പിടിക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യെല്ലോ മുകളിൽ വരുമ്പം ഇതിൻ്റെ 4 സൈഡ് സെൻറ്റർ പീസ് വൈറ്റായി സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഒരു കഴിവാണ്, അതിന് പ്രത്യേകിച്ചൊരു ലോജിക്കില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ബാക്കി വരുന്ന ഓരോ ക്യൂബും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഈ യെല്ലോവിൻ്റെ 4 സൈഡിലും വൈറ്റ് ആക്കണം. ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നുമില്ല. നമ്മുടെ യുക്തി, നമ്മുടെ ലോജിക്ക് എന്താണോ അത് വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് 4 സൈഡും വൈറ്റ് ആക്കുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റിനെ നമ്മൾ ബാക്ക് സൈഡിലുള്ള ഈ വൈറ്റിൻ്റെ സെൻറ്റർ പീസായി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ്, ഇപ്പം ഒരു വൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഈ വൈറ്റിൻ്റെ സൈഡിൽ വരുന്ന കളർ ഏതാ? റെഡ്. ഇത് റെഡ് ആകുമ്പം അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സെൻറ്റർ പീസും കൂടി നമ്മൾ റെഡ് ആക്കി വെക്കണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ റെഡ് ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മളിത് റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ദെൻ ഇത് രണ്ടും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വൈറ്റിനെ എങ്ങനെ താഴോട്ട് കൊണ്ടുവരും? ജസ്റ്റ് റൈറ്റിലോട്ട്, ഫ്രണ്ടിലോട്ട് 2 വട്ടം റൊട്ടേറ്റ് ചെയ്യുക. 1 2. അന്നേരം ആ വൈറ്റ് ഇവിടെ സെൻറ്റർ പീസായി വന്നു. ദെൻ നെക്സ്റ്റ് അടുത്ത വൈറ്റിന് നമ്മൾ താഴോട്ട് കൊണ്ടുവരണം. അടുത്ത വൈറ്റിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഈ വൈറ്റിൻ്റെ സൈഡ് കളർ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. ഈ വൈറ്റിൻ്റെ സൈഡ് ഓറഞ്ച് ആണെങ്കിൽ നെക്സ്റ്റ് എന്നാ അതിൻ്റെ താഴെ വരുന്ന സെൻറ്റർ പീസ് ഓറഞ്ച് ആവണം. അത് ഓറഞ്ച് ആക്കണം എന്ത് ചെയ്യണം? ഈ ഫസ്റ്റത്തെ പീസ് മാത്രം നമ്മൾ പിടിക്കുക. ദെൻ മൊത്തത്തിൽ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ താഴെ ഓറഞ്ച് വന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിനെ 2 പ്രാവശ്യം ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യണം. 1 2. സോ ആ വൈറ്റ് ഇവിടെ സെൻറ്റർ പീസായി വന്നു. ദെൻ നെക്സ്റ്റ് അടുത്ത ഈ വൈറ്റ് ആണെങ്കിൽ സൈഡ് ചെക്ക് ചെയ്യണം. ഇവിടെ ഗ്രീൻ ആണെങ്കിൽ തൊട്ടടുത്ത പീസ് ഗ്രീൻ ആവണം. സോ ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഗ്രീൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ 2 തവണ റൊട്ടേറ്റ് ചെയ്യണം. സോ ആ വൈറ്റ് ഇവിടെ വന്നു. ദെൻ നെക്സ്റ്റ് ഈ വൈറ്റ് ആണെങ്കിൽ സൈഡ് പീസ് ബ്ലൂ. ഈ ബ്ലൂ ആണെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം? തൊട്ടടുത്ത സെൻറ്റർ പീസ് ബ്ലൂ ആക്കണം. ബ്ലൂ ആക്കണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ മാത്രം പിടിക്കുക, താഴെയുള്ള 2 സെറ്റ് ഒന്നിച്ച് റൊട്ടേറ്റ് ചെയ്യുക. സോ ഈ ബ്ലൂവിൻ്റെ താഴെ സെൻറ്റർ പീസും ബ്ലൂ ആയി. ദെൻ നെക്സ്റ്റ് 2 പ്രാവശ്യം ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ ഇവിടെ വരുന്ന ഈ വൈറ്റിൻ്റെ 4 സൈഡിലുള്ള സെൻറ്റർ പീസ് വൈറ്റായി. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പഠിച്ച് സെറ്റായി വരുമ്പോഴേക്കും 3ാമത്തെ സ്റ്റെപ്പ് 4ാമത്തെ സ്റ്റെപ്പ് ഞാൻ വരും. ബൈ.